അപ്പൊ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും മാഷാഅല്ലാഹ് കല്യാണ ചെക്കന് സെറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബാദു സെറ്റ് അല്ലേ? മൊത്തം പൊളിയല്ലേ? ക്ലാസ് നടക്കാൻ പറ്റിയ മോളാക്കാണ് ഷൂ എടുക്കണം. ഷൂലാ പരിപാടി ഇല്ല. പിന്നെ അതുമല്ല മക്കളെ, ഇവിടെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്തായാലും വഴിക്കുക, അപ്പൊ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഫുള്ള് എവിടെ തിന്നല്ലോ. അതാ ചിപ്സ് ഒന്നെടുത്ത ലൊക്കേഷൻ അല്ലേ? അപ്പൊ പൊള്ളിയാണ്. ഞാൻ വളാഞ്ചേരി. എന്തായാലും വിശപ്പ് നല്ല ഉണ്ട് കേട്ടോ, നല്ല വിശക്കുണ്ട്. എന്തായാലും പൊളിക്കണം. അപ്പൊ ചെക്കന്മാരൊക്കെ കേട്ടോ, നൗഫൽ ചെക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. പൊളിയല്ലേ? നമ്മളതാ നൗഫലിന്റെ വണ്ടി ടീമുണ്ട്, അതുപോലെ നമ്മുടെ താറും ടീമുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറമാൻ ഫൈസൽ കാ. സുഖല്ലേ? ഇതാണ് നമ്മുടെ ചങ്ക്. ഇന്റെയൊക്കെ ഷർട്ട് കട്ടെടുത്തോന് സെറ്റ്. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വേഗം കാത്തുനിന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ പോവാണ്. അപ്പം എന്തായാലും സെറ്റ് ആയിട്ടോ. മറ്റേ ഫോട്ടോ കൂട്ടി നിങ്ങൾക്ക് ഇപ്പോൾ തമ്മിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്യണം. ഏതൊന്നും മതി, ഏതൊന്നും അല്ലേ? ഏതൊന്നും മതി. ഏതും നല്ല നിൽക്കണേ ഡാറ്. ഞങ്ങളെ ക്യാമറമാൻ കൂടി കേട്ടോ. എടക്ക പൈസ എടുക്കോ, കൊടുത്തേക്ക് തന്നോ. പൈസ എടുത്തോ? നിന്റെ വന്ന് തരട്ടെന്നാ. അപ്പൊ ഐസൊക്കെ കൊടുത്തിട്ടുണ്ട്. മുത്തേ സുഖല്ലേ? എന്താ പേര്? സാർ. സുഖല്ലേ? എവിടെ? പട്ടാമ്യ. നമ്മ ചെക്കൻ്റെ കേട്ടോ അല്ലേ? നോനെ പോലെ വലിയ ക്യാമറമാനാ വേണ്ടേ? ഒരിക്കണം മക്കളെ. ഇൻഷാ അല്ലാഹ് എന്തായാലും ഒരു പാട്ട് പാടിയൊക്കെ അടിച്ചു വിളിച്ചാലോ? എന്നാ പാട്. അതോ എന്തായാലും നോക്കണേ? പാടാ. അതെ, ഒരു പാട്ട് കേസരി റെഡി. 1 2 3 സ്റ്റാർട്ട്. മുടി പണ്ട് മുടഞ്ഞിട്ടൊരു മുത്തന കെട്ടേ അന്നൊട്ടി പടി വരസുത സുമന് വളപുത മികവു സ്ഥലം വെട്ടിത്തെളിവുക മുട്ടിത്തെളിവുക സംസ്കൃതം തങ്കത്താലിംഗൃത താരംകൃത സംസ്കൃതം മക്കളെ വേറെ സംശയിച്ചിട്ടോ? ഒരിക്കലും ആഡംബരങ്ങളുമെല്ലാം കൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന സംഭവം കേട്ടോ. നമ്മള് ജിൽഷാണ് ചോദിച്ചു എന്താ ജന ഡ്രൈവ് ചെയ്യുന്ന ചോദിച്ചു. ശരിക്കും ഈ സൈഡിൽ ഇരിക്കേണ്ട ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ വണ്ടി എടുത്തേക്കണ ബാക്കിൽ ഇരിക്കാനല്ല, സൈഡിൽ ഇരിക്കാനല്ല, കൊടിച്ചോടി ഇരിക്കാനെന്നാ പറഞ്ഞേ. അല്ലേ ജിഷേ? അങ്ങനെയല്ല, നമ്മള് വണ്ടി കൊടുക്കുന്നത് ഇഷ്ടമല്ല. ആരുടെയും വണ്ടി ഞാൻ അങ്ങനെ ഓടിക്കലുമില്ല. മുമ്പൊക്കെ നമുക്ക് വേറെ ആരും വണ്ടിയിലൊക്കെ എടുക്കുമ്പോഴൊക്കെ ചെക്കന്മാരെ കൊണ്ട് ഓടിപ്പിക്കല. എന്താണെന്ന് അറിയില്ല, നമുക്ക് ഒരു ചിലർക്ക് അങ്ങനെയാണ്. മറ്റുള്ളവർ ഡ്രൈവ് ചെയ്യണേക്കായി സേഫ് നമ്മൾ ഡ്രൈവ് ചെയ്യണമെന്ന് നമുക്ക് തോന്നും. എത്ര സ്പീഡ് പോയി കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു കൈവിട്ടിട്ട് നമ്മൾ ഓടിക്കില്ല എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവും. നമുക്ക് സ്പീഡ് വേണമെങ്കിൽ പോവുകയും ചെയ്യാം. മറ്റേത് പേടിയാക്കാരം. ഞാൻ അവിടെ ഇരുന്ന് ചിലപ്പോ ബ്രേക്കൊക്കെ ചോട്ടേണ്ടി വരും. അപ്പൊ അങ്ങനെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്ന് ജിൽഷാദ് ലോക്കായി, അതുപോലെ തന്നെ ബാദുഷ 2 വർഷം മുന്നേ ലോക്കായിക്കണ്, അതുപോലെ തന്നെ ഞാനും ലോക്കായി, അതുപോലെ തന്നെ നമ്മളെ 10 വർഷം മുന്നേ ലോക്കായി, അതുപോലെ തന്നെ ഇർഷാദ് ലോക്കാവണം. ഇർഷാദ് കൂടി ലോക്കാവണം. അപ്പൊ എന്തായാലും മക്കളെ ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് നിർഷാനെ മാത്രമേ കഴിയാനുള്ളൂ. മോനോട് കഴിഞ്ഞ സമാധാനമായി. അപ്പൊ ഇന്ന് ജിൽഷാന്റെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ജിൽഷാന്റെ കല്യാണം, അതിന് ഇർഷാന്റെ കല്യാണം ഉണ്ട്. ഇൻഷാല്ലാ അതും പൊളിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. ഇർഷാദേ പെട്ടെന്നാകുമോ? കുറെ നടക്കും, ചെറിയ പിള്ളേര്.
അപ്പൊ എന്തായാലും ഇൻഷാല്ല അല്ല ഇവരെ അല്ല റിയാസേ എന്റെ വൈഫിന്ന് വരില്ലേ വൈഫിന്നുണ്ടാവും വേറെ അടിച്ചു വിളിക്കൂലേ കല്യാണത്തിന് വിളിക്കും പക്ഷെ അതെ അന്റെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ ഭാഷ എന്റെ വൈഫ് ഉണ്ടാവൂലേ വൈഫ് വരില്ലേ എന്തിന് എന്റെ വൈഫ് വരില്ല നിഷാന്റെ കല്യാണം അപ്പൊ മക്കളെ ഒന്നുമില്ല പറയാ എല്ലാ ഫാമിലി ഒന്നിച്ചു ഞങ്ങളുടെ ഫാമിലി എല്ലാരും ഒന്നിച്ചു അങ്ങനെ സംഭവം അത്രേ ഉള്ളൂ അല്ല മറ്റേ വീട്ടിൽ തീർക്കാൻ വരുന്ന ആൾക്കാർ അതാണ് കുറച്ച് മനസ്സിലായി കൊടുത്ത് അപ്പൊ എന്തായാലും ഇൻഷാല്ലാ അപ്പൊ അതുപോലെ എന്റെ പെണ്ണും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്റെ പെണ്ണും കല്യാണത്തിനുണ്ടാവും, നോക്കട്ടെന്നല്ല എന്തായാലും കല്യാണത്തിനുണ്ടാവും. അപ്പൊ രണ്ടാള് ഭാഷയൊക്കെ പിന്നെ കുട്ടിയായിട്ടില്ല. ഇൻഷാല്ലാ പുറത്താവും. എല്ലാവരോട് എല്ലാവരും നോക്കാം. ഒരു കുഞ്ഞിക്കാൽ നമ്മുടെ ഭാഷയൊക്കെ ഒരു കുഞ്ഞിക്കാൽ ഉണ്ടാവേണ്ട എല്ലാവരും ദ്വാരിക്കട്ടോ. എനിക്കും ഇപ്പൊ കുഞ്ഞിക്കാലായി. ജിൽഷന്റെ ആവിനും പള്ളേലാണ് 8 മാസമായി. അപ്പൊ എന്തായാലും അതൊക്കെ കൊച്ചിക്കല്ലേ. അപ്പൊ മക്കളെ നമ്മള് പാട്ടുമഴക്കായിട്ട് കല്യാണം വണ്ടിയിൽ ഞങ്ങള് പഠിച്ചു പൊടിച്ചു പോയി വണ്ടിക്കാണ് ഗായ്സ്. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ നമ്മൾ അവിടുത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അപ്പൊ എന്തായാലും വീഡിയോ ഇടക്കിടക്ക് സമ്മതിക്കൂലട്ടോ. ഒന്നും കൊണ്ടുവരും കുറച്ചേരം 5 10 തരാം. അപ്പൊ എന്തായാലും മക്കളെ നമ്മൾ ഓരോ വീഡിയോസ് ഇങ്ങനെ അപ്ഡേഷൻ ഓരോ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ എന്തായാലും യൂട്യൂബ് ചാനൽ എന്തെങ്കിലും തുറന്നു നോക്കണം. അപ്പൊ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ഉണ്ടല്ലൊക്കെ നമ്മൾ ചങ്കോളല്ലേ. അപ്പൊ അങ്ങനെ മക്കളെ അപ്പൊ വീട്ടിലേക്ക് എത്താറായി. ഇതാ കോഴിക്കോട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ നമ്മൾ കാറിന്റെ ഉള്ള തടിച്ച പൊളി കാര്യങ്ങളൊക്കെ ഷറല്ലേ. എന്റെ കുട്ടിക്ക് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, സെറ്റല്ലേ? എന്താണ് മാഷാഅല്ലാ. അപ്പൊ എന്തായാലും ഹാപ്പി ആവട്ടെ. അതുപോലെ തന്നെ നിങ്ങളെ കുടുംബജീവിതമായിട്ടില്ലല്ലേ, നിങ്ങളെ ജീവിതത്തില് നല്ല ഹെയർമാർക്കം തരട്ടെ അല്ലേ ബാധു? അത്രേ ഉള്ളു. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ ഈ കൊച്ചു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന വീഡിയോ നിങ്ങൾ കാത്തിരുന്ന് കാണണം. ഓക്കെ, അവിടെ നിന്ന് എന്തൊക്കെ ഉണ്ട് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പൊ എന്തായാലും